Hi all, I am Dr. Prashant JS, Head of the Department of Orthopedics, Fatima Hospital, Calicut. I specialize in hip and knee reconstruction and arthroscopic surgery, basically keyhole surgery of shoulder and knee. മുട്ട് മാറ്റിവെക്കാൻ വരുന്ന രോഗികളിൽ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മുട്ട് മാറ്റിവെക്കൽ എന്നാൽ കിഡ്നിയൊക്കെ മാറ്റിവെക്കുന്ന പോലെ എല്ല് മുഴുവനായിട്ടും മാറ്റിവെക്കുന്നതോ എന്നതാണ്. എന്നാൽ ആ ധാരണ തെറ്റാണ്. നമുക്ക് നോക്കാം. ഇത് ഒരു മുട്ടിൻ്റെ മോഡലാണ്. ഇതിൽ നമ്മൾ മേളിലുള്ള തൈബോൺ അഥവാ ഫീമറാണ് ആദ്യത്തെ എല്ല്. അതിനെ ജോയിൻ ചെയ്തുകൊണ്ട് രണ്ടാമത്തെ എല്ലാണ് കാലിലെ എല്ല് അഥവാ ടിബിയ. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള എല്ല് നമ്മൾ പറ്റല്ല അഥവാ ചിരട്ടയെല്ലെന്ന് പറയും. ഇപ്പോൾ തേയ്മാനം എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ നമ്മുടെ ഫീമർ എല്ലിൻ്റെ അഗ്രഭാഗത്തുള്ള തരുണാസ്ഥിയും അതുപോലെ തന്നെ ടിബിയയുടെ അഗ്രഭാഗത്തുള്ള തരുണാസ്ഥിയും തേഞ്ഞ് അത് കഴിഞ്ഞാൽ ഈ ബ്ലൂ കളറിൽ കാണുന്ന വാഷർ പൊട്ടി എല്ലുകൾ തമ്മിൽ ഉരസുന്ന ഒരവസ്ഥ വരുന്നതാണ് തേയ്മാനം. അപ്പോൾ അതിൻ്റെ സിവിയർ ആയിട്ടൊരു ഘട്ടത്തിലാണ് നമ്മൾ മുട്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായും മാറ്റിവെക്കല്ല, ഇതൊരു സർഫസ് റീപ്ലേസ്മെൻ്റ് ആണ്. അതായത് ഈ ഫീമർ ബോണിൻ്റെ അഗ്രഭാഗം നമ്മൾ റീസർഫസ് ചെയ്തതിന് ശേഷം ഈ ഫീമർ എന്ന് പറയുന്ന ബോണിൽ ഒരു ക്യാപ്പ് വയ്ക്കും. ഇതാണ് ഒന്ന്. രണ്ടാമത് നമ്മൾ ടിബിയ റീസർഫസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ടിബിയൽ സ്റ്റെമ്മും വയ്ക്കുന്നു. അതിൻ്റെ നടുക്ക് ഒരു പ്ലാസ്റ്റിക് ഉണ്ടാവും. കാരണം ഇത് രണ്ടും കൊബാൾട്ട് ക്രോമിയം മെറ്റലാണ്. അപ്പോൾ അത് ഒരയാൻ പാടില്ല. അപ്പോൾ അതിന് പകരം ജോയിൻ്റ് ആയിട്ട് ഒരു പ്ലാസ്റ്റിക്. ഇതാണ് മുട്ട് മാറ്റിവെക്കൽ അഥവാ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്. ഒ പിയിൽ വരുന്ന പേഷ്യൻസ് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഡോക്ടർ, എനിക്ക് ഇത്രയും പ്രായമായില്ലേ, പിന്നെ എന്തിനാണ് ഞാൻ മുട്ട് മാറ്റി വയ്ക്കുന്നത്? ഏകദേശം 45 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മുട്ട് തേയ്മാനം വരുന്നത്. അത് നമ്മുടെ കാർട്ടിലേജിൻ്റെ ജലാംശം കുറയുകയോ അല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ചതായിട്ട് തേഞ്ഞു പോകുന്നതിൻ്റെ കാരണമായാണ് പ്രായം അവസാനമാകുമ്പോൾ നമുക്ക് മുട്ട് തേയ്മാനം വരുന്നത്. മുട്ട് തേയ്മാനം വന്ന് നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഞാൻ പേഷ്യൻസിനോട് യൂഷ്വലി പറയാവുന്നത്, ആദ്യം നിങ്ങൾ വെളിയിൽ പോകുന്നത് ഒഴിവാക്കും, തുടക്കമുള്ള സ്റ്റേജ്. കാരണം കൂടുതൽ നടന്നാൽ നിങ്ങൾക്ക് വേദന വരും. പിന്നെ നിങ്ങൾ വീട്ടിന് ചുറ്റും നടക്കും, പിന്നെ നിങ്ങൾ വീട്ടിനകത്ത് നടക്കും, അവസാനം റൂമിനകത്താവും. ഈ അവസ്ഥയിൽ നമുക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ പോലുമുള്ള വേദന, അമിതമായ സ്റ്റിഫ്നെസ് അതായത് കാല് മടങ്ങാനുള്ള ബുദ്ധിമുട്ട്, ദൈനംദിന കാര്യങ്ങൾ സ്റ്റെപ്പ് കയറുക നടക്കുക അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നമുക്ക് കാല് വളഞ്ഞു പോവുക. ഈ അവസ്ഥയിൽ നമ്മൾ എന്തായാലും മുട്ട് മാറ്റി വയ്ക്കേണ്ടി വരും. കാരണം നമ്മൾ സെഡൻഡറി ലൈഫിലോട്ട്, അതായത് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പോകുമ്പോൾ നമുക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ കൂടാം. അല്ലെങ്കിൽ ഉള്ളവർക്ക് ഇത് അധികമാകാം. ഞാൻ പലപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ മുട്ട് മാറ്റി വയ്ക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കാനാണ്. കാരണം നമ്മൾ കൂടുതൽ നടക്കാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് പോകുമ്പോഴും നമ്മളെ ഹൃദയത്തിനെയാണ് ഈ അസുഖം കൂടുതൽ ബാധിക്കുന്നത്. അത് പിന്നെ നമുക്ക് മോർബിഡിറ്റിയിലേക്ക് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവസാന സ്റ്റേജ്, അതായത് നമുക്ക് കൂടുതൽ നടക്കണം, നമ്മുടെ കാര്യങ്ങൾ സ്വന്തം ചെയ്യണം എന്നൊരവസ്ഥ വരുമ്പോൾ നമ്മൾ എന്തായാലും മുട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു ചോദ്യം, മുട്ട് മാറ്റി വെച്ചാൽ ഒരുപാട് നാൾ ഞാൻ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരും. ആ ധാരണ തെറ്റാണ്. മുട്ട് മാറ്റി വെച്ചാൽ ചില പേഷ്യൻസിന്, നല്ല ആരോഗ്യമുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ നമ്മൾ നടത്തുമ്പോൾ ചെറിയൊരു വാക്കർ, 1-2 ആഴ്ച ഒരു വാക്കർ ഉപയോഗിക്കേണ്ടി വരും. രണ്ടാമത്തെ ദിവസം നടന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഒന്ന് രാവിലെയും വൈകിട്ടും കുറച്ച് നേരം നടന്ന് എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം നമ്മൾ 1-2 സ്റ്റെപ്പ് കയറാൻ അനുവദിക്കും. അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻസിന് മൂന്നാമത്തെ ദിവസം ബാത്റൂമിൽ പോകാനുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്നതാണ്. 3-4 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തം കാര്യം ആരെ ആശ്രയിക്കാത്ത ഒരു സ്റ്റേജിലേക്ക് മുട്ട് മാറ്റി വെച്ചാൽ, ചില പേഷ്യൻസിന് നമ്മൾ കുറേ നാൾ മാറ്റിവെക്കൽ വൈകുന്ന പേഷ്യൻസ്, അതിന് മസിൽ അട്രോഫിയോ അല്ലെങ്കിൽ എല്ലിൻ്റെ ബലക്കുറവോ ഉള്ള പേഷ്യൻസിന് ചിലപ്പോൾ ഇത് ഒരു 4 മുതൽ 6 ആഴ്ച, ചിലപ്പോൾ ഒരു 3 മാസം വരെ അപൂർവം ചില പേഷ്യൻസിന് നീളാറുണ്ട്. എന്നാലും ഒരു 90% പേഷ്യൻസിനും പിറ്റേന്ന് ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാൻ പറ്റുമോ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരവസ്ഥ 3 മുതൽ 4 ആഴ്ച വരെ എത്താറുണ്ട്. ദീർഘനേരമുള്ള അല്ലെങ്കിൽ ദീർഘദൂരമുള്ള ബെഡ് റെസ്റ്റോ അല്ലെങ്കിൽ ആശുപത്രി വാസമോ മുട്ട് മാറ്റി വെച്ചാൽ ആവശ്യമില്ല. ഇനി പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എൻ്റെ മുട്ടിനകത്ത് ഇടുന്ന ഇംപ്ലാന്റ് എത്ര നാൾ ഈട് നിൽക്കും? നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സർജൻ നല്ല അക്യുറസി
അതായത് അഡ്വാൻസ്ഡ് ടെക്നിക്കോടെ നല്ലൊരു ഹോസ്പിറ്റൽ, നല്ല ഇൻഫെക്ഷൻ പ്രൊഫൈലൊക്കെ നോക്കി നല്ലോണം OT ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 15 വർഷം മുതൽ 30 വർഷം വരെ ഈട് നിൽക്കും. പ്രത്യേകിച്ച് നമ്മൾ വിദേശ നിർമ്മിത ഇംപ്ലാന്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻസിൻ്റെ ആരോഗ്യമനുസരിച്ച് ഇതിൽ ചെറിയ വ്യതിയാനങ്ങൾ വന്നേക്കാം. എന്നാലും ഒരു ആവറേജ് 20 വർഷം വരെ ഇത് പോകും. 30 വർഷം വരെ സർജറി കഴിഞ്ഞിട്ട് നല്ലോണം നടക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഇത് പേഷ്യൻസിൻ്റെ ഫാക്ടറും കൂടെ, അതായത് പേഷ്യൻസിൻ്റെ മുട്ടിൻ്റെ എല്ലിൻ്റെ ശക്തി, അതുപോലെ മസിൽ പവർ, പിന്നെ അവർ ചെയ്യുന്ന ഫിസിയോതെറാപ്പി, അവർ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുന്നത്, കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനെയൊക്കെ ആശ്രയിച്ച് വ്യത്യാസം വരാം. എന്നാലും ഒരു ആവറേജ് 20 വർഷം വരെ ഇത് ഈട് നിൽക്കുന്നതാണ്. മറ്റൊരു ചോദ്യം, ഡോക്ടർ എൻ്റെ 2 കാലിന് വേദനയുണ്ടല്ലോ, അപ്പോൾ ഒരു കാലിന് മാത്രമേ മാറ്റിവെക്കാൻ പറ്റുള്ളൂ, അതോ 2 കാലും ഒരുമിച്ച് മാറ്റിവെക്കാൻ പറ്റുമോ? എന്നാൽ 2 കാലും ഒരുമിച്ച് മാറ്റിവെക്കാൻ പറ്റും. നിങ്ങൾ 70 വയസ്സിന് താഴെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, നിങ്ങളുടെ ഹീമോഗ്ലോബിൻ നല്ലതാണ്, നിങ്ങളെ കാർഡിയോളജി ഡോക്ടർ കണ്ടിട്ട് നിങ്ങളുടെ ഹാർട്ടെല്ലാം വളരെ ഫിറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 2 കാലും ഒരുമിച്ച് തന്നെ മാറ്റിവെക്കാം. ഇതിന് നമുക്ക് അനാവശ്യമായ ബെഡ് റെസ്റ്റോ കാര്യങ്ങളോ ആവശ്യമില്ല. നമുക്ക് പിറ്റേ ദിവസം തന്നെ നടക്കുകയും നമ്മുടെ കാര്യങ്ങളെല്ലാം 3-ാമത്തെ ദിവസം ചെയ്യാനും പറ്റും. പക്ഷേ നമുക്ക് നല്ലൊരു ഹാർട്ടും ആരോഗ്യമുള്ള ഒരു ബോഡിയും ഉണ്ടെങ്കിൽ 2 കാലും ഒരുമിച്ച് ഒരേ സമയം മാറ്റിവെക്കാം.